ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ കാണാൻ പോകുന്നത് സ്വീറ്റ് സ്വീറ്റ് ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡാണ്. ഇത് കഴിഞ്ഞ ഒരു എപ്പിസോഡും കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഈ ഡ്രാമ തീരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമക്കുള്ളിൽ പോകാം. ഓപ്പണിംഗ് സീൻ തന്നെ നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുവാണ്. ഞാൻ നാളെ തന്നെ ഇന്ന് രാത്രി തന്നെ വേറെ സിറ്റിയിലോട്ട് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിൽ നമ്മളെ ഹീറോയിന് എന്തിനാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ ഹീറോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ ഹീറോയിൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഹീറോയിൻ ബെയ്ജിങ് എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിനും ബെയ്ജിങ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. നമ്മളെ ഹീറോയിൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെയല്ലേ നമ്മളെ ഹീറോയിൻ ഇനി ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോ ഇങ്ങനെ സ്വയം ആലോചിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നീ എത്ര ദിവസം അവിടെ ഉണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയും പറയുന്നുണ്ട് 4-5 ദിവസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോ പറയുന്നുണ്ട് എനിക്ക് 6 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ അതുവരെ ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. നമ്മളെ ഹീറോയിനും ഇങ്ങനെ കളിച്ചും കൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹീറോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ പിന്നെയും അവർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഐസ്ക്രീം എല്ലാം കൊടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടും അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹീറോ ഫ്ലൈറ്റിന് സമയമായെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ട് നമ്മളെ ഹീറോയിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എനിക്കിപ്പോഴാണ് നീ പറഞ്ഞാൽ മനസ്സിലായേ, ഒരാൾക്ക് നമുക്കൊരാളെ ഇഷ്ടമായ മാത്രം കാര്യമില്ല, അയാൾക്കും നമ്മളെ തിരിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണ്, ഞാൻ നിങ്ങൾ രണ്ടുപേരും കണ്ടിട്ടാണ് മനസ്സിലാക്കിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റൊമാൻറ്റിക് ആയിരുന്നു, അത് നീ ഇവിടെ ഉള്ളത് ഞങ്ങൾ പെട്ടെന്ന് അറിഞ്ഞു പറ്റില്ല എന്ന് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്, നീ ഇന്ന് ഭയങ്കര ക്രൂവലായിട്ടാണ് നടന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിന് സോറി, അവൻക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ രണ്ടുപേരും കപ്പിളായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ലോവറായിട്ട് നിൽക്കുന്നത്, അതോട്ടാണെന്ന് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ 4 പുറത്തുള്ള ആരും കയറി ചെയ്യാറില്ല, ഞങ്ങൾ സ്വന്തം കാര്യം നോക്കി ഇങ്ങനെ നിൽക്കാറാണെന്ന് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ടും പറയുന്നുണ്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, നീ പറഞ്ഞതിന് എനിക്കൊരു കാര്യം മനസ്സിലായി, അതുകൊണ്ട് തന്നെ ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട് എല്ലാം ഡിലീറ്റ് ചെയ്തു, കാരണം ഫീലിങ്സ് ആണ് ഏറ്റവും മുഖ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊന്നും വേണ്ടതെന്ന് വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിനും അങ്ങനെയാണെങ്കിൽ ഞാനും ഹീറോയുടെ കൂടെ ബീച്ചിങ്ങിലോട്ട് പോയാലോ എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നുണ്ട്, എനിക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക, ഞാൻ ഇതുവരെയായിട്ട് ലവിലൊന്നും വേണ്ടിയിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ വീട്ടിൽ റീച്ച് ആയതിനു ശേഷം നമ്മളെ ഹീറോയിനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ബീച്ചിങ്ങിലോട്ട് എത്തിയെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇങ്ങനെ ഹീറോയോടൊപ്പം ഇങ്ങനെ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഹീറോയിൻ ഫസ്റ്റ് ടൈം പിടിച്ചുകൊണ്ട് വന്ന ആ ക്രാബിനൂടെ എല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനൊന്നും തിരിച്ച് പറയണമെന്ന് വയ്ക്കുന്നില്ല, എന്നാലും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹീറോയിൻ ബീച്ചിങ്ങിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ക്രാബിൻ്റെ അടുത്ത് സംസാരിക്കാനും പിന്നെ ചുമ്മാ ഇരുന്ന് നമ്മളെ ഹീറോയിൻ ഡാൻസ് കളിക്കലൊക്കെ തന്നെയാണ്. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മളെ ഹീറോയിൻ ഇങ്ങനെ സമയം തള്ളി വിട്ടുകൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ എത്ര ആയിട്ടും നമ്മളെ ഹീറോയിൻ പോറ് മാറാത്തോട്ട് രാത്രിയായി. നമ്മളെ ഹീറോ കോൾ ചെയ്യുന്ന വിചാരിച്ചിട്ട് നമ്മളെ ഹീറോയിൻ പിന്നെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ഹീറോ കുറേ നേരം കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോയിന് കോൾ ചെയ്യുന്നുണ്ട്. ഫേസ് കോൾ ചെയ്തതിന് ശേഷം നമ്മളെ ഹീറോയിൻ, ബിസി ആയിട്ടുള്ള സാറിന് ഇപ്പോഴാണ് എന്നെ ഓർമ്മ വന്നത്, അത് ഇനിയിപ്പോൾ എന്നെ ഓർമ്മയുണ്ടോ അതോ അറിയാതെ കൈയാട്ടി കോൾ വന്നതാണെന്നൊക്കെ നമ്മളെ ഹീറോയിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മളെ ഹീറോയിൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഞാൻ ഇപ്പോഴാണ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഹോട്ടലിലോട്ട് വന്നത്, അപ്പോൾ തന്നെ നിന്നെയും കോൾ ചെയ്തെന്ന് നമ്മളെ ഹീറോ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്നെ മിസ് ചെയ്താൽ നോക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോ ഭയങ്കരമായിട്ട് മിസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളെ ഹീറോ, എന്നാൽ നിനക്ക് ബുദ്ധിയില്ല, നേരത്തെ തന്നെ കൊണ്ടുപോയി കൂടാതെന്ന് പറയാനുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോ പറയുന്നുണ്ട്, നിന്നെയും കൂട്ടി കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നേക്കണത്, അപ്പോൾ എനിക്ക് ഇവിടെ ഫുൾ ടൈം മീറ്റിംഗ് ആയിരിക്കും, നൈറ്റ് മാത്രമേ ഫ്രീ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട്, നിനക്ക് ബോറടിക്കൂലേ, അതോട്ടാ വേണ്ട, നിന്നെ കൊണ്ടുവരുന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിന് റിപ്ലൈ കൊടുക്കുകയാണ്, എന്തൊക്കെ നല്ല നൈറ്റ് ആയിക്കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ട് ഹോട്ടലിലോട്ട് വന്നേ പറ്റുള്ളൂ, പിന്നെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ ഹീറോ പിന്നെ ചോദിക്കുന്നുണ്ട്, നൈറ്റ് മാത്രം വന്നിട്ട് പിന്നെ എന്തിനാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മളെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം ഹീറോ വർക്ക് ചെയ്യാനടുത്ത് വന്നിരുന്നത്. നമ്മളെ ഹീറോ നൈറ്റ് ഉറങ്ങുകയും ചെയ്യാതെ ഫുള്ളിരുന്ന് വർക്ക് ചെയ്യുകയാണ് നമ്മളെ ഹീറോ. രാവിലെ എന്തൊക്കെ മീറ്റിങ്ങിനെടുത്തോ അതെല്ലാം നമ്മളെ ഹീറോ ആദ്യമൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് മോർണിംഗ് കാണിക്കുന്നതാണ്. നമ്മളെ ഹീറോയിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്നിട്ട്, ഞാൻ ഞാൻ നേരത്തെ തന്നെ ബീച്ചിങ്ങിലോട്ട് പോയിട്ട് നിൽക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ്റെ അമ്മ പറയുന്നുണ്ട്, നിനക്ക് ബീച്ചിങ്ങിലോട്ട് പോകാനുള്ള സമയമായിട്ടില്ലല്ലോ, ഇനിയും 2 ദിവസം ബാക്കിയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്, 1 ദിവസം ബാക്കിയുണ്ട്, പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹീറോ അവിടെ ഉണ്ട്, അപ്പോൾ നമ്മളെ ഹീറോ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പോകുന്നതെന്ന് പറയുന്നുണ്ട്.
അതിൽ നമ്മൾ ഹീറോയിൻ്റെ അമ്മയെ ഷോക്കായിട്ട് വെക്കുന്നുണ്ട്. നീ അവനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഹീറോയിൻ കുറച്ച് നേരം അതിനോട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ഹീറോയിൻ്റെ അമ്മയെ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുമ്പോൾ നീ മാത്രം എന്താ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് പോകാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ സീൻ കട്ടിയാണ്. പിന്നെ നമ്മളെ ഹീറോക്ക് കോൾ ചെയ്യുവാണ്. നീ വെയിറ്റിങ്ങിലല്ലേ ഉള്ളത്, നീ എത്ര മണിക്കാണ് ജോലിയെല്ലാം തീർത്ത് വരുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോ എന്തൊക്കെ നല്ലൊരു 6 മണിയാകുമെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിന് 6 മണിയോ ഓക്കെ എന്തൊക്കെ നല്ല ടൈം കറക്റ്റാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് എന്ത് കറക്റ്റായിട്ടുണ്ടാവും എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഹീറോയിന് ഒന്നുമില്ല, നിനക്ക് വർക്കില്ല, വർക്ക് കഴിഞ്ഞിട്ട് നിനക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം കറക്റ്റായിരിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെന്ന് നമ്മൾ ഹീറോയിൻ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ ഹീറോയിൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊരു വീഡിയോ അയച്ചു തരാം, അതേ സമയത്ത് ഞാൻ കോളും ചെയ്യും, അപ്പോൾ നീ എടുക്കണം എന്നൊക്കെ നമ്മൾ ഹീറോ എടുത്ത് പറയുന്നുണ്ട്. ഇതിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്ക് സർപ്രൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഉള്ള സ്ഥലങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞേക്കുകയാണ്. അവർ രണ്ടുപേരും ഇനി ഫ്ലൈറ്റിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ റീച്ച് ആയപ്പോൾ തന്നെ നമ്മളെ ഹീറോയിൻ നേരെ റിസപ്ഷനിലോട്ട് പോയതിനു ശേഷം അവരടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ ഹീറോയുടെ പേര് പറഞ്ഞിട്ട് ഈ റൂം എവിടെ നിൽക്കുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നുണ്ട്, ഞങ്ങളിവിടെയുള്ള ആരെയും പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾ അവരെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ഫോൺ വിളിച്ച് പറയുമെന്ന് പറയുന്നുണ്ട്. അതിൽ അവർ പറയുന്നുണ്ട്, ഞാൻ അവനെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഇതുവരെ വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്. അയാൾ സമ്മതിക്കുന്നില്ല. ആളെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ റൂം കാണിച്ചു തരുള്ളൂ നമ്മളെ ഹീറോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു വഴിയില്ലാത്തോട്ട് അതേ സമയത്ത് നമ്മളെ ഹീറോയും വിളിക്കുന്നുണ്ട്. നമ്മളെ ഹീറോയുടെ നിന്നും കോൾ വരുന്നുണ്ട്. ഹീറോ ആക്ച്വലായിട്ട് നമ്മളെ ഹീറോയിൻ്റെ ഐസ്ക്രീം ഷോപ്പിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് നമ്മളെ ഹീറോ കോൾ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ഹീറോയ്ക്കാണ് നീ എവിടെ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിന് പറയാതിരിക്കാൻ ഇനി പറ്റത്തില്ല, എന്തൊക്കെ നല്ല റൂമിൻ്റെ അകത്തോട്ട് പോകേണ്ട അങ്ങോട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഹീറോയിൻ ഇനി എന്തൊക്കെ നല്ല പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ ബീജിങ്ങിലാണെന്ന് പറയുന്നുണ്ട്. ബീജിങ്ങിലോ? അതിൽ നമ്മളെ ഹീറോയിനും നീ ബീജിങ്ങിൽ എവിടെയുള്ള ഇയാളോട് എന്നെ അകത്തോട്ട് കയറ്റി വിടാൻ പറയാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ എന്തിന് ബീജിങ്ങിലോട്ട് പോയെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിനും പറയുന്നുണ്ട്, നീ ഇവിടെ ബീജിങ്ങിലായിരുന്നില്ല അതോട്ടാന്ന് പറയുന്നത്. നമ്മളെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ പറയുന്നുണ്ട്, ഞാൻ പാർലറിൻ്റെ പുറത്തേക്ക് നിന്ന് പറഞ്ഞു. അതിൽ നമ്മളെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഏത് പാർലറെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോ പറയാണ്ട് നിൻ്റെ ഫാമിലി പാർലർ എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ കട്ടൊക്കെ ഷോക്കാകുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോ പറയുന്നുണ്ട്, ഇപ്പോൾ സർപ്രൈസ് ആയത് ഞാൻ മാത്രമല്ല നീ സർപ്രൈസ് ആയെന്ന് നമ്മളെ ഹീറോ പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് നമ്മൾ ഹീറോ പറയുന്നുണ്ട്, നീ അവിടെ തന്നെ നിൽക്കുക, ഞാൻ ഇങ്ങനെ വിളിച്ചതിന് ശേഷം നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാൻ പറയാമെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ഹീറോയിൻ്റെ പേര് ആരോ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. വേറെ ആരുമല്ല, നമ്മളെ വെങ്ങനെയാണ്. വെങ്ങ് വന്നിട്ട് ഇങ്ങനെ മാസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിനെ അവിടെ നിന്ന് കൂട്ടിയിട്ട് നേരെ നമ്മൾ ഹീറോ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, ഹീറോ എപ്പോൾ ഈ ഹോട്ടലിലോട്ട് വന്നാലും ഈ ഹോട്ടലിൽ ഈ റൂമിൽ മാത്രമേ സ്റ്റേ ചെയ്യുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മളെ വെങ്ങ് നേരെ നമ്മളെ ഹീറോയിനെ അവിടെ കൊണ്ടുപോയി വിടുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ തിരഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോ വയ്ക്കുന്നുണ്ട്, കോൾ ചെയ്തിട്ട് വയ്ക്കുന്നുണ്ട്, എനിക്ക് റൂമെല്ലാം സെറ്റായി നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളെ ഹീറോ, എനിക്ക് റൂം തീരെ ഇഷ്ടപ്പെട്ടില്ല, കാരണം സാധാരണ നിൻ്റെ റൂമിലൊക്കെ ഉണ്ടാകുമ്പോൾ നീ ഉണ്ടാവും, അവിടെ എനിക്ക് ബോറടിക്കത്തില്ല, ഈ റൂമിൽ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നതെന്ന് പറയാനുണ്ട്. അത് നമ്മളെ ഹീറോ നിനക്ക് വേറെ റൂം ബുക്ക് ചെയ്യണമെന്ന് നിൽക്കുന്നില്ല, അതൊന്നും വേണ്ട നമ്മളെ ഹീറോയും പറയുന്നുണ്ട്. അവിടെ നമ്മളെ ഹീറോയെ കണ്ട് നിനക്ക് എത്ര മണിക്കാണ് ഇൻ്റർവ്യൂ നൽകുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിനും പറയുന്നുണ്ട്, സമയം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോ പറയുന്നുണ്ട്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ പിക്കപ്പ് ചെയ്യാൻ വരാമെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തിട്ട് പോയി കിടക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിന് പിറ്റേ ദിവസമായി നമ്മളെ ഹീറോയിൻ നേരെ ഇൻ്റർവ്യൂവിലെല്ലാം വന്നതിന് ശേഷം നമ്മളെ ഹീറോയിന് ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ച് നമ്മളെ ഹീറോയിൻ കറക്റ്റ് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞേക്കണു, നിങ്ങളെപ്പോഴും യൂണിവേഴ്സിറ്റിക്ക് സെലക്ട് ആയിക്കണം നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിന് ഞാനപ്പോൾ ഇൻ്റർവ്യൂക്ക് മുന്നേ തന്നെ പാസ്സായിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അവർ എന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന മോഡൽ ഇതൊന്നോ പണ്ട് തീർന്നു പോയതാണ്, പക്ഷേ എന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അതോട്ട് ഞങ്ങൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി തന്നെ ആദ്യം തുടങ്ങിയെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ അത്യാവശ്യം ഹാപ്പി ആവുന്നുണ്ട്. പിന്നെ അവർ പറയുന്നുണ്ട്, അടുത്ത വൺ വീക്കിനുള്ളിൽ നിങ്ങൾ ഇതിനുള്ള എല്ലാം റെഡിയാക്കിയിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും പോകുന്നുണ്ട്. നമ്മളെ ഹീറോയിനും പുറത്ത് സാഡായിട്ട് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഹീറോയിൻ ഇങ്ങനെ സാഡായിട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഹീറോയിൻ ഇങ്ങനെ താഴത്തോട്ട് നോക്കിയിട്ട് നടന്നുണ്ട്. പിന്നെ പെട്ടെന്ന് നമ്മളെ ഹീറോയിൻ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ നമ്മളെ ഹീറോ വെക്കുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ പെട്ടെന്ന് ഷോക്കാകുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ എന്നിട്ട് പെട്ടെന്ന് ഷോക്കായിട്ട് വെക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നോക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോ പറയുന്നുണ്ട്, ഞാനല്ലേ പറഞ്ഞു നിന്നെ എക്സാം കഴിഞ്ഞിട്ട്
ഞാൻ തന്നെ പിക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞതെന്ന് പറയാനുണ്ട്. നമ്മളെ ഹീറോയിൻ നീ പറഞ്ഞത് എയർപോർട്ടിലോട്ടൊന്നല്ലേ എന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോ അതെ ഞാൻ ഇവിടുന്ന് എയർപോർട്ടിലോട്ടെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ജൂനിയർ കേൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നമ്മളെ വെങ്ങിനെ വെയിറ്റ് ചെയ്ത്. പിന്നെ നമ്മളെ വെങ്ങ് പെട്ടെന്ന് ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഭയങ്കര സോറി ഉണ്ട്, കാരണം ഞാൻ നേരത്തെ വരാൻ തന്നെയായിരുന്നു, പക്ഷേ എൻ്റെ പ്ലെയിന് ഭയങ്കര ലേറ്റായി പോയി എന്ന് പറയുന്നുണ്ട്. നീ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ മാക്സിമം പോകാതെ തന്നെ ഇരുന്നു അവരടുത്ത് പറഞ്ഞിട്ടെന്നൊക്കെ നമ്മളെ വെങ്ങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ ആ ജൂനിയറുകൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട് നീ എന്തിന്, ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തതല്ലേ, കറക്റ്റ് സമയത്തിനൊന്നും വരുന്നില്ല, ഞാൻ പെട്ടെന്ന് സഡനായിട്ട് പ്ലാൻ ചെയ്തോട്ടല്ലേ നിനക്ക് വരാൻ പറ്റാത്തതെന്നൊക്കെ ആ ജൂനിയറുകളും പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കേട്ട ജൂനിയറുകൾ നമ്മളെ വെങ്ങിനെ നിർത്തിയതിന് ശേഷം പറയുന്നുണ്ട് നീ എന്തെന്ന് ഇത്ര നെർവസ് ആയിക്കുന്നു ചോദിക്കുന്നുണ്ട്. നമ്മളെ വെങ്ങും എനിക്കറിയില്ല ഞാൻ എന്തെത്ത് ഇങ്ങനെ എന്ന് പറയാതെ നമ്മളെ വെങ്ങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വെങ്ങ് പറയുന്നുണ്ട് എനിക്ക് എന്താണെന്ന് അറിയില്ല, നിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുള്ള് ഹാപ്പിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെങ്ങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ വെങ്ങ് പറയുന്നുണ്ട് നിന്നെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനും ഇങ്ങനെ പേടിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അതായത് നമ്മളെ വെങ്ങ് പറയുന്നത് എൻ്റെ മുന്നിൽ മാത്രമേ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് നമ്മളെ വെങ്ങ് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു ഫോളോ ഔട്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ജൂനിയറുകൾ പറയുന്നുണ്ട് എനിക്ക് ഈ പ്ലേ ബോയ്സിനും തീരെ ഇഷ്ടമില്ലെന്ന് പറയുന്നുണ്ട്. നമ്മളെ വെങ്ങും ഫസ്റ്റത്തേതെല്ലാം ഓർത്ത് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞേക്കുമ്പോഴത്തേനും പക്ഷേ നമ്മളപ്പോഴത്തേനും ജൂനിയറുകളും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഫൂളൊക്കെ ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ചായിട്ട് തന്നെ നമ്മളെ വെങ്ങിനൊന്നും മനസ്സിലായില്ല, നമ്മളെ വെങ്ങും ഉണ്ടായിരിക്കുകയാണ്. പിന്നെ നമ്മളെ വെങ്ങിനെ പെട്ടെന്ന് ഓർമ്മ വന്നിട്ട് നിനക്ക് ഫുള്ളിന് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് ചോദിച്ചിട്ട് നമ്മൾ വെങ്ങ് ഇങ്ങനെ അവിടെ ഭയങ്കര സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ വെങ്ങ് അവളെ നോക്കിയിട്ട് സ്മൈൽ ചെയ്യുമ്പോൾ അവൾ ചെറുതായിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വെങ്ങ് കിസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ പെട്ടെന്ന് അന്ന് പറ്റിയ അടിയുടെ ഓർമ്മ വന്നിട്ട് പെട്ടെന്ന് പിന്നിലോട്ട് വന്നിട്ട് അത് കണ്ടിട്ട് ജൂനിയറുകൾ പെട്ടെന്ന് അടുത്തോട്ട് വെങ്ങിനെ വിളിച്ചതിന് ശേഷം കിസ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മളെ വെങ്ങനെ ബോധം പോയ പോലെ ഞാൻ വലിയ സ്റ്റുപ്പിഡ് തന്നെ, ഇതാണല്ലോ ഒറിജിനൽ ലീഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെങ്ങനെ ഇത്രയും കാലം അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെങ്ങ് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളെ ജൂനിയറുകൾ പറയുന്നുണ്ട് എനിക്ക് പാസ്റ്റിനെ കുറിച്ചിട്ടൊന്നും ഒരു പേടിയില്ല, നീ അതിനെക്കുറിച്ചൊന്നും ഇതാകണ്ട, പക്ഷേ ഇനി ഇതിന് ശേഷം നീ വേറെ ഏതെങ്കിലും ഗേൾസിനെ നോക്കിയെന്ന് വിചാരിച്ചോ നിൻ്റെ മുഖത്ത് പിന്നെ കാണാൻ ഒരു മുഖം പോലും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ ജൂനിയറുകൾ നല്ല പേടിപ്പിച്ച് വിടുന്നുണ്ട് നമ്മളെ വെങ്ങിനെ. പിന്നെ നമ്മൾ വെങ്ങ് പറയുന്നുണ്ട് എന്നെ ജപ്പാനിലോട്ട് പറഞ്ഞേക്കാൻ കുറേ ട്രിക്കുണ്ട്, അതിനി ഞാൻ നടക്കില്ലെന്ന് പറയാൻ നിൽക്കുകയാണെന്ന് നമ്മൾ വെങ്ങ് പറയുന്നുണ്ട്. അതിൽ നമ്മൾ ജൂനിയറുകൾ പറയുന്നുണ്ട് നീ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ളോട്ട് നിനക്ക് പേടി വന്നിട്ട് പെട്ടെന്ന് നമ്മൾ ബ്രേക്കപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ വെങ്ങ് ആന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ജൂനിയറുകൾ പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട, റിയൽ ഫീലിങ്സ് ആണെങ്കിൽ ലോങ് ആണെങ്കിലും ക്ലോസ് ആണെങ്കിലും ഒക്കെ ഒരേപോലെ തന്നെയാണെന്ന് നമ്മുടെ ജൂനിയറുകൾ പറയുകയാണ്. അപ്പോൾ നമ്മളെ വെങ്ങ് ഹാപ്പി ആയിട്ട് ആ ജൂനിയറുകളെ ഹഗ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെ ഹീറോയിൻ്റെ അമ്മയും ഹീറോയുടെ അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഹീറോയിൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് ഹീറോയും ഹീറോയിനും എങ്ങനെ മീറ്റ് ചെയ്തെന്ന് അറിയുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട് അറിയില്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളെ ഹീറോയുടെ ഡ്രോൺ പൊട്ടിച്ചു, അതിൻ്റെ ദേഷ്യത്തിൽ നമ്മളെ ഹീറോ നേരെ നമ്മളെ ഹീറോയിനെ ചളിയിലോട്ട് തള്ളിയിട്ടെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയുടെ അമ്മ തിരിച്ചിട്ട് തന്നെ അറിയണ്ട അപ്പോൾ ഹേറ്റഡ് ഫസ്റ്റ് സൈറ്റ് ആണല്ലേ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയുടെ അമ്മ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഒരു ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലാൻ പോലെ എടുത്ത് കാണിച്ചെടുക്കുന്നുണ്ട്. ഇതേപോലത്തെ നമ്മളെ ഹീറോ ബിൽഡ് ചെയ്തെടുത്തേക്കണം, അത് നമ്മളെ ഹീറോയിൻ്റെ ഡ്രോയിങ് പോലെ തന്നെ ഹീറോയിൻ്റെ ഡ്രോയിങ് പ്ലേസ് തന്നെ ഉണ്ടാക്കി എടുത്തേക്കണം എന്ന് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ്റെ അമ്മ ഇങ്ങനെ വെറൈഡായിട്ട് ഫേസ് വെച്ച് കണ്ടിട്ട് നമ്മളെ ഹീറോയുടെ അമ്മ നിൽക്കുകയാണ് ഇതിന് എത്ര വെറൈഡായിട്ട് ഫേസ് വെച്ചേക്കണേന്ന് നിൽക്കുകയാണ്. നമ്മളെ ഹീറോയിൻ്റെ അമ്മ പറയാനുണ്ട് അവർക്ക് രണ്ടുപേർക്കും സ്വയമായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയുടെ അമ്മ പറയുന്നുണ്ട് ഹീറോ ചെറുപ്പം മുതലേ ഒറ്റയ്ക്ക് വളർന്നതാണ്, അപ്പോൾ അവന് നന്നായിട്ട് കഴിക്കും എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും സംസാരിച്ചതിന് ശേഷം നമ്മളെ പുറത്തോട്ട് നോക്കുമ്പോൾ നമ്മളെ ഹീറോയും ഹീറോയിനും വന്നേക്കണം. പിന്നെ ഇവർ രണ്ടുപേരും കൂടി പിരിയാൻ വേണ്ടി ഹീറോയിൻ്റെ അമ്മയും ഹീറോയുടെ അമ്മയും കൂടി പിരിയാൻ വേണ്ടി നിൽക്കുമ്പോൾ അവിടെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മളെ ഹീറോ നിൽക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും തൊപ്പം വന്നേക്കണമെന്ന് നിൽക്കുന്നുണ്ട്. നമ്മളെ ഹീറോയിനും ഭയങ്കര ഇതായിട്ട് ഹീറോ എന്നെ ബീജിങ്ങിലോട്ട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്നെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഹീറോയിൻ്റെ അമ്മ ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് നീ എന്തിനാ അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കല്യാണം വെക്കുന്ന, അവന് എത്രയാണ് ജോലി ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോ റെസ്പോണ്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളെ ഹീറോയുടെ അമ്മ പറയുന്നത് അവനൊരു ബോയ് ഫ്രണ്ടാണ്, അവന് ഇതിനൊക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹീറോയുടെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
വീട്ടിൽ വന്നാൽ നമ്മളെ ഹീറോയിൻ്റെ കയ്യിലിരിക്കുന്ന ലെറ്റർ കണ്ടിട്ട് നമ്മൾ ഹീറോയിൻ്റെ അച്ഛൻ വായിക്കുവാണ്. അതുകൊണ്ട് ശേഷം അവർ രണ്ടുപേരും ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് ഹീറോ ഇങ്ങനെ സൈഡായിരിക്കുന്ന കണ്ടിട്ട് നമ്മളെ ഹീറോയുടെ അടുത്ത് എന്ത് പറ്റിയെന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ്റെ അമ്മ പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞല്ലേ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോകുമ്പോൾ ഇങ്ങനെ വർക്കൗട്ട് ആകുന്നുള്ളതാണ് ആളെ പേടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഹീറോയിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, തേരും കൊടുക്കുന്നവർ പറയുന്നുണ്ട്, നമ്മളെ ലക്ഷ്യം ആദ്യം ഇതാക്കണം എന്നിട്ട് ബാക്കി എന്തെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ലവും ഭയങ്കര മുഖ്യമാണെന്ന് നമ്മളെ ഹീറോയിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഏത് ഇതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ അതന്നെ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ഡിസിഷൻ ആണെങ്കിലും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. നമ്മളെ ഹീറോയിനും അത്യാവശ്യം ഹാപ്പി ആവുന്നുണ്ട്. നമ്മളെ ഹീറോയിൻ്റെ അമ്മ ഒരു ട്രിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്ക് 1 വീക്ക് അവിടെ നിൽക്കുന്നാലും സമയമുണ്ട്, അതിനിടയിൽ നീ എന്താ വെച്ചാൽ പ്ലാൻ ചെയ്തു, എന്നിട്ട് ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ പുറത്ത് നിന്ന് ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ജൂനിയർ ബോയ് വന്നതിന് ശേഷം നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹീറോയിൻ എന്താ നീ വന്നിന്ന് നിൽക്കുന്നുണ്ട്, അതിൽ അവൻ ചോദിക്കുന്നുണ്ട് എന്താ വരാൻ പറ്റില്ലെന്ന് നിൽക്കുന്നുണ്ട്. അല്ല ഹീറോയിൻ നീ പറയാതെ അങ്ങനെ വരാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അല്ല ഒന്നുമില്ല, എനിക്ക് ജോലി കിട്ടി അതിൻ്റെ ഹാപ്പിനെസ്സിലാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ജൂനിയർ ബോയ് പറയുന്നുണ്ട്, ഈ കമ്പനിയുടെ പേര് പറഞ്ഞപ്പോൾ നമ്മളെ ഹീറോയിനും നിൻ്റെ അച്ഛൻ്റെ കമ്പനിയല്ലേ നിനക്ക് അങ്ങോട്ട് കാരണം ഈ ബന്ധം എത്ര വലിയ പണിയെന്ന് പറയുന്നുണ്ട്. അതിന് നമ്മളെ ജൂനിയർ ബോയും പറയുന്നുണ്ട്, ഞാനൊരു ഇന്ത്യൻ ആയിട്ടാണ് പോയത് അല്ലാതെ അങ്ങേരെ ഇതിലല്ലോ പോയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞതിന് ശേഷം നമ്മളെ ജൂനിയർ ബോയ് ഒറ്റയ്ക്ക് തന്നെ ഇങ്ങനെ വലിയ ആൾ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പറയുന്നുണ്ട് ഇതിന് ശേഷമാണ് എൻ്റെ വളർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ജൂനിയർ ബോയ് നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജൂനിയർ ബോയ് പറയുന്നുണ്ട്, എനിക്ക് തന്നെ ഒറ്റയ്ക്ക് സമ്പാദിക്കാൻ വൈകും എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് കയറിയേക്കണം. ഇനി ഞാൻ നേരെ ഇപ്പം ഞാൻ ടൈം ലിമിറ്റാണ്, ഇനി കുറച്ച് നേരം കൊണ്ട് ഞാൻ പെർമനൻ്റ് ആവും. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെ സ്റ്റെപ്പായി കയറിയിട്ട് എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തോട്ട് എത്തുമെന്ന് നമ്മളെ ജൂനിയർ ബോയ് പറയുകയാണ്. നമ്മളെ ജൂനിയർ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിന് ഈ സെറ്റ് എന്ന് പറയുന്നുണ്ടിട്ട് നമ്മളെ ജൂനിയർ ബോയ് ചോദിക്കുകയാണ്, ഹീറോ നീ തമ്മിൽ അടി ഉണ്ടാക്കിയെന്ന് നിൽക്കുകയാണ്. അതിൽ നമ്മളെ ഹീറോയിനും അതൊന്നുമല്ല ഇങ്ങോട്ട് നമ്മളെ ഹീറോയിൽ പോകുന്ന കാര്യമില്ലെന്ന് ജൂനിയറിൻ്റെ അടുത്ത് പറയുകയാണ്. ഞാൻ പോയി കഴിഞ്ഞാൽ കുറേ ഇയേഴ്സ് ഹീറോ കാണാൻ പറ്റില്ല, അതോട്ടാണെന്ന് നമ്മളെ ഹീറോയിൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ ജൂനിയർ പറയുകയാണ്, എന്താണ് ലവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അവരെല്ലാ ദിവസവും ഒന്നായിരിക്കും, പക്ഷെ എപ്പോഴും അടുത്തുള്ളവർ എപ്പോഴും വിട്ടുവിട്ടിട്ടായിരിക്കും, കപ്പിൾസ് ഒന്നും അല്ലായിരിക്കും. നമ്മളെ ജൂനിയറിൻ്റെ കാര്യം തന്നെ പറയുവാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ പറയുകയാണ്, നീ ഇപ്പോൾ ഭയങ്കര വെച്ചുവരാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജൂനിയറിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ ചോദിക്കുകയാണ്, ഇതൊക്കെ ഇങ്ങനെ നീ എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നീ ലവ് ചെയ്ത് ചോദിക്കുകയാണ്. നമ്മളെ ഹീറോയിൻ്റെ അടുത്ത് ജൂനിയർ എന്ത് ലവ് എന്നൊക്കെ പറയുകയാണ്. ലവ് എന്നല്ല ഞാൻ ഒറ്റയ്ക്ക് റിയലൈസ് ചെയ്താണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജൂനിയർ ജസ്റ്റ് ബിസിനെ ഇഷ്ടപ്പെട്ട് അതിന് നമ്മളെ ഹീറോയിനും പറയുന്നുണ്ട്, ഇത്ര ദിവസം നീ എൻ്റെ അനിയനെ പോലെ ആയിരുന്നു, ഇപ്പം നീ നന്നായിട്ട് വളർന്നേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിന് ജൂനിയറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ജൂനിയർ കുറച്ച് സാഡായാലോ പുറത്ത് കാണിക്കാതെ നമ്മൾ രണ്ടുപേരും ബ്രദർ ആൻഡ് സിസ്റ്റർ പോലെ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. സ്കൂൾ ഡേയ്സ് അല്ലാതെ ഡേയ്സ് അല്ല, എൻ്റെ ലൈഫിൽ നീ എപ്പോഴും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ നമ്മൾ രണ്ടുപേരും എല്ലാം ഒന്നായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തേക്കണമെന്നൊക്കെ നമ്മളെ ഹീറോയിൻ പറയുകയാണ്. എന്നിട്ട് നമ്മളെ ഹീറോയിൻ പറയുകയാണ്, അതേപോലെ തന്നെയാണ് ഫ്യൂച്ചറും വേണ്ടത്, ഞാൻ എന്തൊക്കെ ഒന്നാലും മാറാൻ പോകുന്നില്ല, എൻ്റെ എല്ലാ അപ്പ് ആൻഡ് ഡൗൺസിലും എന്നെ വിളിക്കും, അതേപോലെ തന്നെ നിനക്കും എന്തെങ്കിലും അതേപോലെയൊക്കെ ഉണ്ടെങ്കിൽ എന്നെ ഉറപ്പായിട്ടും റീച്ച് ചെയ്യുക, നീ വിളിച്ചാൽ അപ്പം ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹീറോയിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളെ ജൂനിയർ സാഡായാലും അങ്ങനെ തന്നെ ചോദിക്കുകയാണ്, പ്രോമിസ് ആണോ എന്ന് ചോദിക്കുകയാണ്. നമ്മളെ ഹീറോയിനും പ്രോമിസ് എന്ന് പറയുന്നുണ്ട്. ഇതോടൊക്കെ ഈ എപ്പിസോഡ് തീരുവാണ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.